ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചാ സാധ്യത വഴിമുട്ടിയതോടെ മേഖലയിൽ കൂടുതൽ സൈനിക മുന്നൊരുക്കവുമായി അമേരിക്ക. 3500 US മറീനുകൾ ഗൾഫിലെത്തി. ഖാർഗ് ദ്വീപിൽ ആഴ്ചകൾ നീളുന്ന അധിനിവേശം ഉൾപ്പെടെ എല്ലാ സാധ്യതകളും അമേരിക്ക പരിഗണിക്കുന്നത് US മാധ്യമങ്ങൾ. പുതിയ വിമാനവാഹിനി കപ്പൽ ജോർജ് ബുഷ് ഉടൻ ഇറാൻ തീരത്തെത്തും. തെഹ്റാനിൽ ഉൾപ്പെടെ ഇറാനിയൻ സർവകലാശാലകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പകരം ചോദിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. തെല്ലവീവിന് നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയ യമനിലെ ഹൂത്തികൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്ത് വന്നു. തെല്ലവീവിൽ യുദ്ധവിരുദ്ധ റാലി തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സുരക്ഷാ സേന. MCA നാസർ വിശദാംശങ്ങളുമായി. MCA, ഒരു ഭാഗത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, പക്ഷേ ചർച്ച ഏറെക്കുറെ വഴിമുട്ടിയതോടെ ഖാർഗ് ദ്വീപിലടക്കം കരയുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ മറീനുകളെ എത്തിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഈ ഖാർഗ് പിടിച്ചടക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ? ഇറാന്റെ ചെറുത്തുനിൽപ്പ് എങ്ങനെയായിരിക്കും? സൈഫുദ്ദീൻ, 2ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ ഒരു സംഘർഷം കൂടുതൽ വിപുലമായ രീതിയിലേക്ക് മാറുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ലഭ്യമാവുന്നത്. ഇറാഖിന്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൂത്തികൾ 2ാമത് മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേർക്ക് നടത്തി. അതിനുള്ള തിരിച്ചടി വൈകാതെ തന്നെ ഹൂത്തികൾക്ക് നൽകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ മേഖലകളിലേക്ക് ഇറാനിലുടനീളം ആക്രമണം വ്യാപിപ്പിക്കാൻ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി സർവകലാശാലകൾക്ക് നേരെ ഇന്നലെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നു. അതിനു പുറമെ ഖുഷസ്ഥാൻ പ്രവിശ്യയിലെ വലിയ ജലശുദ്ധീകരണ പ്ലാന്റും ആക്രമിക്കപ്പെട്ടു. ഇതിനുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി തുല്യ നാണയത്തിൽ തന്നെ നൽകുമെന്ന് ഇറാൻ സൈനിക നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മേഖലയിലും വലിയ തോതിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൈഫ് സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് നയതന്ത്ര നീക്കങ്ങളൊക്കെയും ഏറെക്കുറെ പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇനി കൂടുതൽ സൈനിക നടപടികളിലൂടെ പിന്നെ ഇറാന് ഏതെങ്കിലും അർത്ഥത്തിൽ വിധേയപ്പെടുത്താൻ സാധിക്കുമോ എന്ന ഒരു ആലോചന അമേരിക്ക തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ USS ട്രിപ്പൊളി എന്ന കപ്പലിൽ 3500-ലധികം നാവികർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജോർജ് ബുഷ് എന്ന മറ്റൊരു കപ്പൽ കൂടി വൈകാതെ തന്നെ മേഖലയിലേക്ക് എത്തിച്ചേരുമെന്ന് പണികൾ നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സൈനിക നീക്കങ്ങൾ നടത്തി ഖാർഗ് ദ്വീപ് കരയാക്രമണത്തിലൂടെ പിടിച്ചെടുക്കുക എന്നൊക്കെ വലിയ ലക്ഷ്യങ്ങൾ അമേരിക്കയുടെ മുമ്പിലുണ്ടെങ്കിൽ പോലും അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഇക്കാര്യത്തിലൊക്കെയും പല ഓപ്ഷനുകളും തെരഞ്ഞെടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഏത് വേണം എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും അമേരിക്കക്കുള്ളിൽ വലിയ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കാരണം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് ഇനിയും പോകരുത് എന്നൊരു അഭിപ്രായം അമേരിക്കക്കുള്ളിൽ ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ തന്നെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഏത് തീർപ്പിലേക്ക് എത്തുമെന്നറിയാത്തതിന്റെ ഒരു പ്രതിസന്ധി അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പിന്മാറ്റം എന്നതും അമേരിക്കക്ക് അത്ര എളുപ്പമാകില്ല. അതേസമയം അനിശ്ചിതമായിട്ട് യുദ്ധം തുടരുക എന്നത് അതിലേറെ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമായിട്ടും അമേരിക്ക വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ ഒരു തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമം എന്നാണ് ഇപ്പോൾ പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇന്നിപ്പം ഇസ്ലാമാബാദിൽ യോഗം ചേരുന്നുണ്ട്. പാകിസ്ഥാന് പുറമെ ഈജിപ്ത്, അതോടൊപ്പം തന്നെ തുർക്കി, സൗദി അറേബ്യ, ഈ 4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇന്ന് ഇസ്ലാമാബാദിൽ സമ്മേളിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഇറാനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് പ്രധാനമായിട്ടും ഈ 4 രാജ്യങ്ങളും ആരായുന്നത്. പക്ഷേ ഇറാൻ വളരെ കൃത്യമായി തന്നെ അവരുടെ നിലപാട് ഇന്നലെ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. കാരണം നിരന്തരമായിട്ട് ഒരു ഘട്ടത്തിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുക, മറുഘട്ടത്തിൽ തങ്ങൾക്കെതിരെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക, ഇത് രണ്ടും ഒരുമിച്ച് പോവുകയില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. സൈഫുദ്ദീൻ.